നമസ്കാരം. ഞാൻ വെറുതെ പറയുകയല്ല, ഒരുപാട് സന്തോഷമുണ്ട് ഈ പ്രോഗ്രാം, ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ. അർഹിക്കുന്ന കരങ്ങളിലേക്ക് സിനിമാ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം. ഇത് ചിത്രീകരിക്കുന്നതിന് അല്പം മുമ്പാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ എന്നെല്ലാവരും വിളിക്കുന്ന മോഹൻലാൽ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. 55ാമത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നമ്മുടെ അഭിമാനമായ മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നൽകിയിരിക്കുന്നു. ഇനി ലഭിച്ചു എന്ന് പറയണ്ടല്ലോ, രാഷ്ട്രപതി മുർമു നൽകിയിരിക്കുന്നു. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ചിത്രത്തിൻ്റെ സൃഷ്ടാവിൻ്റെ പേരിൽ സിനിമയുടെ സമഗ്രമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വർഷാവർഷവും നൽകുന്ന വലിയ പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഫാൽക്കെയുടെ ജന്മശതാബ്ദിയിൽ 1969 ഫാൽക്കെ അവാർഡ് നൽകി തുടങ്ങിയത്. ആദ്യ പുരസ്കാരം നേടിയത് ദേവിക റാണി എന്ന് പറഞ്ഞ ഒരു കാലത്തെ ഇന്ത്യൻ സിനിമയിലെ വലിയ നായികയായിരുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നാണ് ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിനെ കുറിച്ച് പറയുന്നത്. 10 ലക്ഷം രൂപയും സ്വർണ്ണ താമരയും ഒരു ഷാളുമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവിന് ലഭിക്കുന്നത്. വെറും ഒരു നടൻ മാത്രമായ മിഥുൻ ചക്രവർത്തിക്കും ഗാനരംഗത്ത് മാത്രം ഒതുങ്ങി നിന്ന ഭൂപേന്ദു ഹസാരികയ്ക്കും അടക്കം സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ അവാർഡ് നൽകിയ ചരിത്രമാണ് ഇന്ത്യയിലുള്ളത്. സമഗ്ര സംഭാവന എന്ന് പറഞ്ഞാൽ സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചതിനാണല്ലോ. പക്ഷേ ഞാൻ കേൾക്കുന്നു ഈ മിഥുൻ ചക്രവർത്തി മൃഗയ എന്ന് പറഞ്ഞ മൃണാൾ സെൻ്റെ സിനിമ മാറ്റി നിർത്തിയാൽ ഒരു ആക്ഷൻ ഹീറോ, ഡിസ്കോ ഡാൻസൊക്കെ പറഞ്ഞ സിനിമകളിലൊക്കെ ആക്ഷൻ ഹീറോയിട്ട് അഭിനയിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മികച്ച സമഗ്ര സംഭാവനയ്ക്ക് നൽകി. അതുപോലെ തന്നെ ഭൂപേന്ദു ഹസാരിക, അദ്ദേഹം ഒരു സംഗീത രംഗത്ത് മാത്രം ഒതുങ്ങി നിന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തെ പോലുള്ളവർക്കും കിട്ടിയിട്ടുണ്ട്. 55 തവണ ഈ പുരസ്കാരം ഇന്ത്യൻ സർക്കാർ നൽകിയപ്പോൾ 14 തവണ മാത്രമാണ് കേരളത്തിലല്ല ദക്ഷിണേന്ത്യയിൽ ഉള്ള ആൾക്കാർക്ക് കിട്ടിയത്. ബാക്കി മുഴുവൻ കിട്ടിയത് ഏതാണ്ട് 41 പ്രാവശ്യവും കിട്ടിയത് വടക്കേ ഇന്ത്യൻ ഗോസായിമാർക്ക് മാത്രമാണ്. ബൊമ്മി റെഡ്ഡി, നരസിംഹ റെഡ്ഡി, നാഗി റെഡ്ഡി, നാഗേശ്വർ റാവു, രാജ്കുമാർ, ശിവാജി ഗണേശൻ, രാമനായിഡു, വി കെ മൂർത്തി, കെ ബാലചന്ദർ, കെ വിശ്വനാഥ്, എൽ വി പ്രസാദ്, അടൂർ ഗോപാലകൃഷ്ണൻ, രജനീകാന്ത്, മോഹൻലാൽ, ഇങ്ങനെ 14 പേർക്കാണ് ഈ അവാർഡ് ഇതുവരെ ദക്ഷിണേന്ത്യയിൽ കിട്ടിയിട്ടുള്ളത്. അതിലെനിക്ക് തോന്നുന്നു വി കെ മൂർത്തി ക്യാമറമാനാണ്. വിനോദ് ഖന്നയും അമിതാഭ് ബച്ചനും മിഥുൻ ചക്രവർത്തിയുമൊക്കെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയവരുമാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ഇവർ സിനിമയ്ക്ക് നൽകിയത് എന്താണ് എന്നത് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവലിനോട് തന്നെ ഈ കാര്യം നമ്മൾ ചോദിക്കണം. ഈ പറയുന്ന വിനോദ് ഖന്ന, ഈ പറയുന്ന മിഥുൻ ചക്രവർത്തി, അമിതാഭ് ബച്ചനും അഭിനയമല്ലാതെ 1-2 പടങ്ങളിൽ പാടുകയും ചെയ്തതല്ലാതെ അദ്ദേഹത്തിന് സൂപ്പർ സ്റ്റാറുകളായിരുന്നു ഇവരെല്ലാം. അപ്പോൾ സൂപ്പർ സ്റ്റാറുകൾക്ക് കൊടുക്കാനുള്ളതാണോ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിനുള്ള അവാർഡ് എന്ന് ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റിനോട് തന്നെ ചോദിക്കണം. കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്, നൃത്ത സംവിധായകൻ, ഗായകൻ, ഗാനരചയിതാവ് തുടങ്ങി സിനിമയുടെ സകലമാന മേഖലയിലും തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു മനുഷ്യൻ 1960 6-ാം വയസ്സിൽ ക്യാമറയ്ക്ക് മുന്നിൽ തുടക്കമിട്ട് 71-ാം വയസ്സിലും, അതായത് കഴിഞ്ഞ 65 വർഷമായി ഇടതടവില്ലാതെ ഒരു ഗ്യാപ്പ് പോലും എടുക്കാതെ സിനിമയിൽ സജീവമായ ഒരു സിനിമാക്കാരൻ വർത്തമാനകാല ഇന്ത്യൻ സിനിമയിലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും ആളിനെ. കമൽ ഹാസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഫാൽക്കെ അവാർഡ് നിർണ്ണയിക്കുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽ ആണെങ്കിൽ ഇവരെ എന്നേ പിരിച്ചുവിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കമൽ ഹാസനെ പോലെ ഒരാളിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കാത്ത ഈ ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് സത്യത്തിൽ പിരിച്ചുവിടേണ്ടതാണ് എന്നാണ് എൻ്റെ പക്ഷം. കമൽഹാസന് നൽകാത്ത ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് രജനീകാന്തിന് നൽകുമ്പോൾ ഈ ദേശീയ പുരസ്കാരത്തിൻ്റെ മാനം നഷ്ടപ്പെടുകയായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം രജനീകാന്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ ഞങ്ങളെ കൂടെ നിൽക്കണം, ഇല്ല എങ്കിൽ പാർട്ടി ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഞങ്ങളെ കൂടെ നിൽക്കണം എന്നുള്ളതിനൊരു പ്രത്യുപകാരമായിട്ട് കൊടുത്തതാണ്. രജനീകാന്തിന് ആർക്ക് വേണം എ ഓർ ബി നിങ്ങൾ കൊടുത്തോളൂ. പക്ഷേ തമിഴ് സിനിമ
നമ്മൾ മറ്റ് ഭാഷകളൊക്കെ വിടാം. തമിഴ് സിനിമയിൽ കമൽഹാസനെ പോലെ 6-ാം വയസ്സിൽ അഭിനയം തുടങ്ങിയ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതുവരെ അദ്ദേഹത്തെ ഈ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന് എന്താ പറയുക നിശ്ചയിക്കാതെ രജനീകാന്തിനെ പോലുള്ള രാഷ്ട്രീയം കളിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നവർക്ക് കൊടുക്കുന്നത് ആരോട് ചോദിക്കാനല്ലേ? ആരുത്തരം പറയാൻ? കാലാകാലങ്ങളിൽ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ പറയും ആർക്കാണ് ഇത്തവണ അവാർഡ് നൽകേണ്ടതെന്ന് അത് കൊടുക്കും. അതിന് വരെ ചുമ്മാ ആളുകളെ പറ്റിക്കാനായിട്ടൊരു ജൂറി ഉണ്ടാക്കും. പണ്ട് നമ്മുടെ മധു സാറ് അവാർഡ് നിർണയ കമ്മിറ്റിയെപ്പറ്റി പറയുന്ന ഒരു നല്ല കമൻ്റ് ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് തോറ്റവൻ BA പേപ്പറിന് മാർക്കിടുന്നത് പോലെയാണ് ഇവിടുത്തെ അവാർഡ് നിർണയം എന്നാണ് അന്ന് മധു സാറ് പറഞ്ഞത്. ഇത്തവണ ഫാൽക്കെ അവാർഡ് നിർണയിച്ച കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണ ഫാൽക്കെ അവാർഡ് വാങ്ങിയ മിഥുൻ ചക്രവർത്തിയും പിന്നെ ഗായകൻ ശങ്കർ മഹാദേവനും അശുതോഷ് ഗവാരിക്കർ എന്ന് പറഞ്ഞ സംവിധായകനും ചേർന്നാണ് നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവർ 3 പേർക്ക് ഒരു റോളോടെ ഉണ്ടാവില്ല. ഫസ്റ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇയാൾക്കാണ് ഇത്തോടെ കൊടുക്കേണ്ടത് കേട്ടോ എന്ന് പറഞ്ഞ് കൊടുക്കുക, അല്ലാതെ ഇവർ നിർണ്ണയിക്കേണ്ട. ഒന്നാമത്തെ കാര്യം മധു സാറ് പറഞ്ഞ പോലെ 10 തോറ്റവൻ BAക്ക് മാർക്കിടുന്നത് പോലെ ഇവർക്ക് മധു സാറിനെ പോലെ ഒരാളിന് മാർക്കിടാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മധു സാറ് അതിനൊക്കെ അപ്പുറം മോള് നിൽക്കുന്ന ആളല്ലേ. ഇവരിൽ ആർക്കും യോഗ്യതയില്ല എന്ന് ഞാൻ പറയും. എന്നാൽ മധു സാറ് പറഞ്ഞ കണക്ക് ഈ 3 ആർക്ക് യോഗ്യതയുണ്ടെന്ന് മോഹൻലാൽ എന്ന പ്രതിഭയ്ക്ക് മാർക്കിടാൻ ഇവരിൽ ആർക്കും യോഗ്യതയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 3 എണ്ണത്തിനും ആ യോഗ്യതയില്ല എന്ന് പറയും. മിഥുൻ ചക്രവർത്തിക്ക് മോഹൻലാലിന് മാർക്കിടാനുള്ള യോഗ്യതയുണ്ടോ? ഇല്ല. ശങ്കർ മഹാദേവൻ എന്ന് പറഞ്ഞ പാട്ടുകാരന് മോഹൻലാലിന് മാർക്കിടാനുള്ള എന്ത് യോഗ്യതയുണ്ട്? അല്ലെങ്കിൽ ഈ പറഞ്ഞ അശുതോഷ് ഗവാരിക്കർക്ക് എന്താ യോഗ്യത എന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ചുമ്മാ ഒരു 3 പേരെ പേര് വയ്ക്കാൻ അവർക്ക് കുറച്ച് പൈസയും കൊടുത്ത് 2 ദിവസം ഒരു ഹോട്ടൽ റൂമിലും താമസിക്കാം, അത്രയേ ഉള്ളൂ. നിശ്ചയിക്കുന്നതൊക്കെ ആണുങ്ങളാണെന്നേ. ഇത് ഈ എന്താ പറയുക, മോഹൻലാലിനും ഈ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ ഏതോ ഒരു പൊട്ട എഴുതിയിരിക്കുന്നത് മോഹൻലാൽ നായരായതുകൊണ്ടാണ് ഫാൽക്കെ അവാർഡ് നൽകിയതെന്നാണ്. എത്ര കുഷ്ഠം പിടിച്ച മനസ്സെന്ന് നിങ്ങൾ ആലോചിക്കുക. മോഹൻലാൽ ഒരു നായരായതുകൊണ്ടാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തത് എന്ന് പറയുന്നവനെ സത്യം പറഞ്ഞാൽ ഷോക്ക് കൊടുക്കേണ്ടതാണ്. ഊളംപാറയിലോ കുതിരോട്ടത്തോ കൊണ്ടുപോയിട്ട് അവനറിയില്ല വർഷാവർഷങ്ങളായി തഴയുന്ന മധുസാറിനെ നായരായ മോഹൻലാലിന് കൊടുത്തപ്പോൾ തഴഞ്ഞെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മാധവൻ നായരാണ് മധു ആയതെന്ന് പോലും അറിയാത്ത വിട്ടി കൂഷ്മാണ്ഡമാണ് ഈ മോഹൻലാലിൻ്റെ ജാതി പിടിച്ച് കളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാധവൻ നായരും നായരല്ലേ, മധുസാറും നായരല്ലേ. ഇപ്പോൾ ജാതി പറഞ്ഞ് നേടുകയും ജാതികളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന കാലമാണല്ലോ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സവർണ ജാതിക്കാരല്ല എന്നതുപോലും അറിയാത്ത മഹാന്മാരാണ് ഇപ്പോൾ ജാതിയിൽ പിടിച്ച് കളിക്കുന്നത്. 7 വർഷം മുമ്പ് 2018 ഫാൽക്കെ അവാർഡ് നേടിയ സാക്ഷാൽ അമിതാഭ് ബച്ചൻ ആദ്യമായി അഭിനയിച്ച സാത്ത് ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞ സിനിമയിലെ 7 പേര്, 7 പട്ടാളക്കാരുടെ കഥയാണല്ലോ. ആ 7 പേരിൽ ഒരാളായിരുന്നു മധുസാർ എന്ന് പോലും ഈ ഫാൽക്കെ അവാർഡ് കൊടുക്കുന്ന വൃത്തികെട്ടവന്മാർ ഓർത്തില്ല എന്നുള്ളതാണ്. നടൻ മാത്രമാണ് മധുസാർ. 92-ാം വയസ്സിലും എന്നെ പ്രധാന കഥാപാത്രമാക്കി എൻ്റെ പരിമിതികൾ ഉൾക്കൊണ്ട് ഒരു തിരക്കഥ കൊണ്ടുപോവാ ഞാൻ അഭിനയിക്കാമെന്ന് പറയുന്ന സൂപ്പർ താരത്തിൻ്റെ തന്തയായി ചത്ത് കിടക്കുന്ന സീനിൽ അഭിനയിക്കാൻ ഞാനില്ല ഇനി എന്ന് പറയുന്ന സിനിമാക്കാരനാണല്ലോ മധുസാർ. എന്തൊരു ആർജവം നിങ്ങൾ ആലോചിച്ച് നോക്കി. സാറിനിപ്പോൾ നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. വീട്ടിനകത്ത് വാക്കർ ഉപയോഗിച്ചാണ് സാർ നടക്കണം. അപ്പോൾ സാറ് വന്ന് ദിനേശേ ഇത് ആളുകൾ കാണുന്നത് എനിക്കിഷ്ടമല്ല, എനിക്ക് എന്നെ സെൻറ്റിമെൻറ്റ്സ് അടിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നാണ് സാർ പറയുന്നത്. അതുകൊണ്ടാണ് പുറത്തേക്കും പോകാത്തത്. സാറ് പറയുന്നത് വാക്കർ ഉപയോഗിക്കുന്ന, അധിക സമയവും ഇരുന്ന് സംസാരിക്കുന്ന, പരിമിതികളുള്ള ഒരു കഥാപാത്രം നായകനാവുന്നൊരു പടം കൊണ്ടുവന്നാൽ, ഒരു തിരക്കഥ കൊണ്ടുവന്നാൽ ഞാൻ അഭിനയിക്കാം, അല്ലാതെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ ചത്ത് കിടക്കുന്ന തന്തയായിട്ട് അഭിനയിക്കാൻ എന്നെ വിളിച്ചാൽ ഞാൻ ഇനി പോവില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെയാണ് മധുസാർ പറഞ്ഞത്. മധുസാർ ആരൊക്കെയാണ്? നടനാണ്, തിരക്കഥാകാരനാണ്, സംവിധായകനാണ്, നിർമ്മാതാവാണ്, വിതരണക്കാരനാണ്, ദേശീയ പുരസ്കാരം കിട്ടിയ കുട്ടികളുടെ സിനിമ നിർമ്മിച്ച ആളാണ്, സ്റ്റുഡിയോ ഉടമയാണ്, അധ്യാപന പണിയായിരുന്നല്ലോ, അധ്യാപകനായിരുന്നു മധുസാർ. നാടകം പഠിക്കാൻ പോവുകയും അധ്യാപക ജോലി ഉപേക്ഷിച്ചിട്ട് എൻ്റെ കളരി ഇവിടെയല്ല എന്ന് പറഞ്ഞ് ഡൽഹിയിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നാടകം പഠിക്കാൻ പോവുകയും നാടകക്കാരനാകുകയും പിന്നെ സിനിമാക്കാരനായ മനുഷ്യനാണ് മധുസാർ. 55 തവണ ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞ പുരസ്കാരം വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരുത്തന്
മധുസാറിനോളം ഈ അവാർഡ് വാങ്ങാനുള്ള അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. 55 വർഷമായി കൊടുക്കുന്നു. ഈ 55 വർഷം വാങ്ങിയ ഒരുത്തന് പോലും മധുസാറിൻ്റെ വാലിക്കെട്ടിയിരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് ഞാൻ പറയും. വൈകി ഔദാര്യം പോലെ കൊടുത്ത പത്മശ്രീ പോലും മറ്റാരാണെങ്കിലും കൊണ്ടുപോടാ പുല്ലേ എന്നിൻ്റെ തേങ്ങാക്കൊല എന്ന് പറയുന്നിടത്ത് ചിരിച്ച മുഖവുമായി സ്വീകരിച്ച വലിയ മനുഷ്യനാണ് മധുസാർ. വേറെ ആരാണെങ്കിലും വാങ്ങിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വളരെ വളരെ താഴെയുള്ളവർക്ക് പോലും പത്മഭൂഷണും വിഭൂഷണവും ഒക്കെ കൊടുക്കുന്ന കാലത്ത് വാ ഒരു പത്മശ്രീ തരാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ വേറെ ആരാണെങ്കിലും കൊണ്ടുപോടാ പുല്ലേ എന്ന് പറയും. പക്ഷെ മധുസാർ അതൊന്നും പറഞ്ഞില്ല. ചിരിച്ചുകൊണ്ട് ചെന്ന് അവർ തരുന്നതല്ലേ, വൈകിയാണെങ്കിലും തരുന്നില്ലേ, നമുക്ക് വാങ്ങാം എന്ന് പറഞ്ഞ് വാങ്ങുന്ന വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. അതുപോലെ KSFDCയുടെ ചെയർമാൻ സ്ഥാനം വച്ച് നീട്ടിയപ്പോൾ ഞാനില്ല അതിനൊന്നും, നല്ല പയ്യന്മാർക്ക് കൊടുക്കുന്ന ചിരിച്ചുകൊണ്ട് പറഞ്ഞ വ്യക്തിയാണ്. അതിൻ്റെ നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണ് മധുസാർ. ഇവിടെ KSFDCയുടെ ചെയർമാനായില്ലെങ്കിൽ എൻ്റെ അവസാന ആഗ്രഹം സാധിക്കാതെ ഞാൻ പോവും ഇവിടുന്ന് എന്ന് പറഞ്ഞ് KSFDCയുടെ ചെയർമാനായ ആളിനെ എനിക്കറിയാം. അപ്പോൾ രോഗഗ്രസ്തനായി ഒരു തരത്തിലും 5 വർഷം തയ്ക്കില്ല എന്ന് ഉറപ്പുള്ള ആളാണ്. അപ്പോൾ ഞാൻ ആരോട് ഏത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആളിനെ മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ അവസാന ആഗ്രഹമാണ് സാർ, സഖാവേ എന്നെ ചെയർമാനാക്കണം. അപ്പോൾ പാർട്ടി സഖാവ് വേറൊരാളിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ KSFDCയുടെ വൈസ് ചെയർമാനാവണം. അതേ പറഞ്ഞു, ഞാനില്ല, എന്നെക്കാൾ എത്രയോ ജൂനിയറായ ഈ മനുഷ്യൻ്റെ കീഴിൽ ഞാൻ വൈസ് ചെയർമാനായിട്ട് ഇരിക്കാനാണോ? ഞാൻ ഇരിക്കില്ല. അപ്പോൾ ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളങ്ങനെ ടെൻഷൻ അടിക്കണ്ട, ഒരു 6 മാസത്തിനുള്ളിൽ ഇയാൾ ചത്തുപോകും, പിന്നെ 4.5 വർഷം നിങ്ങളായിരിക്കും ചെയർമാൻ. ഞാനില്ല എന്ന് പറഞ്ഞ് മാറിയ ആളിനെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഈ KSFDCയുടെ ചെയർമാനായാലും ശരി, അക്കാഡമിയുടെ ചെയർമാനായാലും ശരി, സാംസ്കാരിക ക്ഷേമനിധിയുടെ ആയാലും ശരി, അതിനൊക്കെ വേണ്ടി ചാടി ഓടി നടക്കുന്ന ഒരുപാട് പേരുള്ള നാടാണ്. പക്ഷേ മധുസാറിന് പരാതിയില്ല, പരിഭവമില്ല. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ സന്തോഷം എന്നുള്ള അവസ്ഥയിലാണ്. എനിക്ക് മനസ്സിലാവാത്തത്, അടൂർ ഗോപാലകൃഷ്ണൻ ആദ്യമായി ചെയ്തെന്ന അഭിമാനത്തോടെ അദ്ദേഹം പറയുന്ന 2ാമത്തെ സിനിമ സ്വയംവരം, ആ സിനിമയിൽ മധുസാറായിരുന്നു നായകൻ. അപ്പോൾ അടൂരിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ മുമ്പ് അറിയാമല്ലോ, മറ്റ് പടങ്ങളിൽ കിട്ടുന്നതിൻ്റെ 10-1 ശമ്പളം പോലും കിട്ടില്ല. എങ്കിൽ പോലും മധുസാർ അന്ന് നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് സ്വയംവരത്തിൽ നായകനായിട്ട് അഭിനയിച്ചു. അടൂർ ഗോപാലകൃഷ്ണന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കേരളത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന അദ്ദേഹത്തിനാണല്ലോ. അദ്ദേഹത്തിന് പിടിപാടുള്ള ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റിലുള്ള ആളിനെ ഞാൻ പേര് പറയുന്നില്ല, അയാളൊക്കെ നല്ല പിടിപാടുള്ളതുകൊണ്ട് അടൂർ സാറിന് കിട്ടിയതെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഗോസായിമാർ നമുക്ക് തരൂല്ലെന്നേ. പക്ഷേ ആ മധുസാറിന് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. എന്നോട് നല്ല സഹകരിച്ച നല്ല സിനിമകളുടെ പക്ഷത്തിരിക്കുന്ന മധുവിന് ഒരു അവാർഡ് കൊടുത്തില്ലെങ്കിൽ മോശമാണ്, ഞാൻ പോലും മധുവിന് ശേഷം വാങ്ങേണ്ട ആളായിരുന്നു, അതുകൊണ്ട് മധുവിനൊരു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ അടൂരൊക്കെ എല്ലാ ആൾ പറയില്ല. തനിക്ക് മുൻപേ ഒരു സിനിമാക്കാരൻ മലയാളിക്ക് ഫാൽക്കെ അവാർഡ് നൽകേണ്ടത് മധുവിനായിരുന്നു എന്നൊരു വാചകം പോലും അടൂർ ഗോപാലകൃഷ്ണൻ ഈ നേരം വരെയും പറഞ്ഞിട്ടില്ല. നന്ദി, നമസ്കാരം.